വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കണ കുട്ടികളെ കൈ പൊക്കുക. എല്ലാവരും ശ്രദ്ധിക്കണ്ടേ? എല്ലാവരും ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുന്ന കുട്ടികളാണോ? രണ്ട് കൈ പൊക്കിക്ക് എണ്ണീറ്റ് ചോദിക്കുമ്പോ മിണ്ടണം, അല്ലാത്ത സമയത്ത് മിണ്ടാണ്ടിരിക്കണം. അള്ളാഹു നല്ല കുട്ടികളാക്കട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്ക് അറിവ് പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ? എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ വർത്താനം പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താ ചെയ്യാം? സമ്മാനം കൊടുക്കില്ല. നിങ്ങൾ വർത്താനം പറഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടൂല. നിങ്ങൾ വർത്താനം പറഞ്ഞാൽ നിങ്ങൾ വർത്താനം പറയണം, ഞാൻ എന്താവൂല? മിണ്ടൂല. രണ്ടാളും കൂടി വർത്താനം പറഞ്ഞ രസമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ ഉസ്താദ് പറയാൻ കുറച്ചു നേരം, പിന്നെ നിങ്ങൾക്ക് പറയാം. ഞാൻ കഥ പറയാൻ വേണ്ടി വന്നതാണ്. കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണോ? നിങ്ങൾക്ക് കഥ അറിയോ? എല്ലാവർക്കും കഥ അറിയും. ആരെ കഥ അറിയാം? അറിയാം? പാട്ട് പാടാനറിയാം? വീടെടുക്കും. എന്നാ എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് നമുക്ക് പാടാം. ഏത് പാട്ട് അറിയാം? എല്ലാവർക്കും അറിയുന്നൊരു പാട്ട് പാടാം. എല്ലാവരും പാട്ടണം. എല്ലാവർക്കും അറിയുന്ന പാട്ടേനോ? അതാ പാടുന്നു. ഇസ്ലാം സൗദിയ നോക്കൂല്ലേ? ചെലവര് പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് ചില ആൾക്കാർ അഞ്ചിട്ട് പോയി. അലഹംദുലില്ലാ, നല്ല രസമുണ്ടല്ലേ കേൾക്കാന്? ഇല്ലേ? ഞാനും പാട്ട് പാടട്ടെ? നിങ്ങൾ പാടോ? പോണം പോണം മക്കത്ത് നല്ല സൗണ്ടില് പാടണേ. മക്കത്ത് പോണ്ടേ? വേണോ? പൂതിണ്ടോ? ആഗ്രഹം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഒറ്റക്കാ പോണ്ടേ? ഉമ്മാനി മുപ്പാനി കൂട്ടിയിട്ട് നല്ല രസമുണ്ട് ഞങ്ങളെ കാണാന്. നിങ്ങൾ ചിരിക്കൂടി ചെയ്താൽ നല്ല രസക്കാരും. ചിരിച്ചൊന്നും എല്ലാരും ഒന്നും ചിരിയില്ല. നല്ല
സൗണ്ടിൽ ചിരിക്കാൻ അള്ളാഹു നല്ല കുട്ടികളാക്കട്ടെ. എല്ലായിടത്തുനിന്നും സമ്മാനം വാങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പറ്റൂടാ പറ്റുവേടാ ഒറ്റക്ക് പോയാ മതിയോ? പിന്നെന്ത് വേണം? പോണം പോണം മക്കത്ത് ഉമ്മാനി ഉപ്പാനി കൂട്ടിയിട്ട് പോണം പോണം മക്കത്ത് ഹിന്ദി ബാക്കി മാത്രം മതിയോ? ഇന്ന് പറയാം മക്കളോ വേണ്ടോ? കാക്കാനി താത്താനി കൂട്ടിയിട്ട് മനസ്സോട് ഇങ്ങനെ പറഞ്ഞ ലോറേ ഭാഗ്യം തരണേ പറഞ്ഞേ. ഇനി വേറെ എടുക്കാൻ പോണ്ടേ? പണ്ട് ഒരു പച്ച കളറ് കുബ്ബൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ചിത്രത്തിലോ കണ്ടിട്ടില്ലേ? അവിടൊക്കെ ഉണ്ടാവൂലേ? ആ കുബ്ബന്റെ താഴെ നമ്മളെ കാത്ത് നിൽക്കണ ഒരു മുത്തുണ്ട്. ആരാ ആരാ നമ്മളെ കാത്തിക്കാണ്. നമ്മൾ ചെന്നാല് നമ്മളവിടെ പോയിട്ട് എന്ത് പറയും? എന്നല്ല പറയാ. നമ്മളെ ഹായ് പറഞ്ഞിട്ട് പകരം നമ്മൾ എന്ത് ചെയ്യും? ഇഷ്ടമെന്നറിയാം. ഇനി നമ്മൾ ചെന്നിട്ട് സലാം പറയുമ്പോ റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടേക്കാരം. അപ്പൊ ഇഷ്ടമെന്നാവും വലിയ ഇഷ്ടേക്കാരം. അപ്പൊ നബി ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇങ്ങോട്ടും എന്ത് ചെയ്യും? സലാം അടക്കും. റെഡിയല്ലേ? നീ കുട്ടികളെ വർത്തമാനം പറയാൻ നിർത്തൂട്ടാ. പാടട്ടെ പാടണ്ടേ? പാടില്ലേ? നിങ്ങൾ പാടണിട്ടാ. എങ്ങോട്ടാ പാടി? പോവാ അല്ലേ? പാടിയിട്ട് പോണം. ഒറ്റക്ക് പോകണ്ട കേട്ടോ. ആരെ കൂട്ടണം? ആനി വേണോ? പാടി വേണോ? പോയിട്ട് പണിയോടെ ചെന്ന പാട് അവിടെ ഇങ്ങനെ കുറച്ചേരിക്കണം. ഇരുന്നിട്ട് ആദ്യം ചെന്നപാട് സലാം പറയണം. വേണം വേണ്ടേ? വേണം വേണ്ടേ? പാടി പോണം പോണം. പാടട്ടെ, ഞാൻ പാടിട്ടെ. നിങ്ങൾ കൂടെ പാടണം. പോണം പോണം മദീനത്തെ ഉമ്മാനി ഉപ്പാനി കൂട്ടിയിട്ട് പോണം പോണം മദീനത്ത് താത്താനി കാക്കാനി കൂട്ടിയിട്ട് മുത്തിൻ ചാരി ചെല്ലേണം. മുത്തിൻ ചാരി ചെല്ലേണം. സലാമും ചൊല്ലേണം. മുത്തിൻ ചാരി ചെല്ലേണം. സലാമും ചൊല്ലേണം.
ഭാഗ്യം തരാങ്കില്ലേ അവിടെ പോണം. പിന്നെ മക്കത്തെ തവാഫ് അല്ലേ മദീനത്തോ ആ മദീനത്തെ ചാരത്ത് ചെന്ന് സലാം പറഞ്ഞ് പിന്നെ അവിടെ നമുക്ക് അള്ളാനോട് ദ്വാരക്കണ്ടേ. ആ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ആര്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാ ആവണ്ടേ? നമുക്ക് ഇഷ്ടാവണ്, അള്ളാഹ്ക്ക് റസൂലിന് ഇഷ്ടാണ്, നമുക്ക് ഇഷ്ടാവണം. അള്ളാഹു തആല മുത്തുനബിയെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമുക്ക് ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുക. ഞാനില്ലേ 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോ എല്ലാവരും എന്ത് ചെയ്യണം? എണീക്കണം. വേറെ ഒന്നിനും എണീക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ. ഒറ്റയടിക്ക് എണീക്കണ്ട. ഏത് പറയുമ്പോൾ എണീക്കാം. ഇവിടെ 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 2 ശ്രദ്ധിച്ചിട്ടല്ലേ നമ്മൾ ആരെ കുറിച്ചാ പറയുമ്പോഴറിയോ? ഇതിന്റെ പേരെന്താ? മുഹമ്മദിന്റെ പേര് പറഞ്ഞേ. ഇത് എവിടാ ജനിച്ചറിയോ? മരണപ്പെട്ടതോ? നമ്മുടെ നബിയില്ലേ ഉണ്ടോ? ആ നബി ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലേ. എന്താ വിഷമം എന്നറിയോ? എന്താ? നമുക്കൊക്കെ ഭാഗ്യമായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഉമ്മ ഉണ്ടോ? എല്ലാവർക്കും ഉമ്മ ഉണ്ടോ? ഉമ്മാക്ക് നിങ്ങളിന്ന് പോന്നപ്പോ ഉമ്മ കൊടുത്തിരുന്നോ? സലാം കൊടുത്തിരുന്നോ? കൈ ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് ഇവിടെ ഉമ്മ കൊടുത്തിരുന്നോ? എവിടെ കൊടുത്തിരുന്നു? കവളത്ത് അമ്മ കൊടുത്ത്? ആ കവളിൽ ഉമ്മ കൊടുത്തിരുന്നു അല്ലേ? നിങ്ങൾ കൊടുത്തിരുന്നോ? പക്ഷെ നമുക്കൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടല്ലേ. പക്ഷെ നമ്മുടെ നബിയിലെ മുഹമ്മദ് മുസ്തഫ നല്ല സൗണ്ടിൽ പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടേക്കാരം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്വലാത്ത് നമ്മൾ ആഗ്രഹിച്ച മദീനയിലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് നല്ല ഇഷ്ടേക്കാരം. ഇഷ്ടമായാലും റസൂലുള്ളാഹിക്ക് നമ്മളെ കാണാനുണ്ടോ? ആഗ്രഹം. അപ്പൊ നമ്മുടെ പാട്ടിനനുസരിച്ച് നമ്മളെന്തോ പോലെ പോണം പോണം മദീനത്തെ പോണം പോണം മദീനത്തെ കാത്താനി കാത്താനി കൂട്ടിത്തെ മുത്തിൻ ചാരി ചെല്ലേണം പുണ്യസലാമും ആവട്ടെ. അവിടെ പോണം. പിന്നെ എന്ത് വേണമെന്നറിയോ? നമുക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടാണോ? ഒരുപാട് ഇഷ്ടാണോ? ആണോ? റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കൂട്ടോ. എന്റെ റബ്ബേ, ചില കുട്ടികൾ വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. ശ്രദ്ധിക്കുന്ന കുട്ടികളെ ഇഷ്ടമുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുന്ന ഉറപ്പുള്ള കുട്ടിക്കാണ് കുട്ടികളല്ലേ. കുറെ കുട്ടികൾ ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് അള്ളാഹുവിന്റെ സൈൻ കൊടുക്കട്ടെ. ശ്രദ്ധിക്കാത്തവർക്കും ഇനി എന്ത് ശ്രദ്ധിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഞാൻ പറയാൻ
പറഞ്ഞാലും തീരാത്ത കഥകളുള്ള ഒരാളാണ് ആര്? നമ്മുടെ നബി. പക്ഷെ എന്താ അറിയോ, നബിന്റെ കഥ പറയുമ്പോ സങ്കടം വരും. കാരണം ആദ്യത്തെ നബി ജനിച്ച ഉടനെ തന്നെ നോക്കിയാൽ സങ്കടം മാത്രമാണ്. എന്താ കാരണം? നബിന്റെ ഉപ്പയാണ് അബ്ദുള്ള എന്നൊരു, അല്ലേ? ഞാൻ കഥ പറഞ്ഞ കേൾക്കുക. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറഞ്ഞു കേട്ടോ. നമ്മുടെ നബിന്റെ ഉപ്പാന്റെ പേരെന്താ പറഞ്ഞേ? നല്ല കാണാൻ മഞ്ചുള്ള നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നാര്? നബിന്റെ ഉപ്പല്ലേ? കാണാൻ ഭംഗി ഉണ്ടാവൂലേ? നല്ല ഭംഗിയായിരുന്നു. നബിന്റെ ഉമ്മാന്റെ പേരാണെന്ത്? ഒരു നല്ല സൗന്ദര്യമായിരുന്നു. രണ്ടാളി കല്യാണം കഴിഞ്ഞു. കല്യാണം അടിപൊളി കല്യാണം. കുറേ ആൾക്കാർ വന്ന് കുറേ ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ കഥ കേട്ടിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഈ കഥ ഒന്നുകൂടി കേട്ടോളിട്ട്. എന്തിനാ അറിയോ? നിങ്ങൾ ഈ കഥ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. വേണ്ടേ? നബിനെ കുറിച്ച് എന്നും ഓരോ കഥകൾ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പറയാൻ വേണ്ടി പറയണം. നബിനെ സ്നേഹിച്ച കുറേ ആൾക്കാരുണ്ട്. അറിയോ ഇല്ലേ? കുറേ ആൾക്കാരില്ലേ? റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് വേണം? പ്രവാചകൻ നമുക്ക് നല്ലോണം അറിയണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആരാ? സൗണ്ട് ഇല്ല. ഖർനി പറയും. നബിനെ നല്ല ഇഷ്ടമായിരുന്നു. ആരെ? ആർക്കിഷ്ടം? ഇവര് റസൂലുള്ളാഹിനെ കാണാൻ കുറേ ദൂരെ ഒരു താമസിക്കുന്നത്. റസൂലുള്ളാഹിനെ കാണാൻ ഇവർക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്താവണില്ല, എത്താൻ പറ്റാത്തതിന്റെ കാരണം കഥ കേട്ടിട്ടുണ്ടത്. എന്നാ കഥ പറഞ്ഞാൽ കേൾക്കുക. എന്താണെന്ന് അറിയോ എത്താൻ പറ്റാത്ത? ഓരോ വീട്ടില് ഒരു ഉമ്മയുണ്ട്, പ്രായം ചെന്ന ഉമ്മയുണ്ട്. ഉമ്മാനെ നോക്കാൻ ആള് വേണം. വീട്ടിൽ നിന്ന് മദീനത്തേക്ക് വന്നിട്ട് ഉമ്മാനെ കാണാൻ, നബിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴേക്ക് എന്താവും? ഉമ്മാക്ക് ചിലപ്പോ എത്തുമ്പോ നടന്നു പോണ്ടേ? അന്ന് കാറൊന്നുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. കാട്ടിലൂടെ തന്നെ നടന്നു പോകണം. ചില ആൾക്കാർ ഒട്ടകത്തുമ്പോ പോവും, കുതിരമ്മ പോവും. ഇങ്ങനെ ഉവൈസുൽ ഖർനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ നല്ല പൂതിയായിരുന്നു. നല്ല പൂതി ഉണ്ടായിരുന്നു. ആർക്ക്? ഞാൻ കഥ നോക്കിട്ടോ, നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. നിങ്ങൾ അടുത്തുള്ള ആള് വർത്താനം പറഞ്ഞിട്ട് നോക്കണേ. വർത്താനം പറയലും മിണ്ടണ്ട പറയും. മോനെ ഏടാ ശ്രദ്ധിക്കുക. എനിക്ക് സമ്മാനം തരില്ല കേട്ടോ. രസമല്ലേ? നബിനെ കുറിച്ച് കഥ കേൾക്കുമ്പോ വർത്താനം പറഞ്ഞാല് നിനക്ക് ഇഷ്ടാവോ? ഇല്ലല്ലോ. ആകുവാ? ഇല്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ രസമുള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കുമോ? ഞാൻ ഇന്ന് ക്ലാസ് കഴിഞ്ഞവരെ നിങ്ങളോട് എണീറ്റിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ എടുക്കട്ടെ. ഞാൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എണീക്കണം. എന്ന് പറയുമ്പോ മാംഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കണം. ഓറഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ പൊക്കണം. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൈ താഴ്ത്തണം. റെഡി അല്ലേ? ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പിന്നെ പറയുമ്പോ പിന്നെ വേറെ ഒന്നിനും എണീക്കാൻ പാടില്ല കേട്ടോ. ക്ലാസ് കഴിയുന്ന വരെ എണീക്കാൻ പാടില്ല. എണീക്കാത്തവരായിരിക്കും ശ്രദ്ധിക്കാത്ത കുട്ടികളെ. റെഡി അല്ലേ? എന്നാ എല്ലാവരും എണീറ്റേ. അയ്യേ, ആപ്പിൾ പറയുമ്പോൾ എണീക്കാൻ പാടുള്ളൂ. എണീക്കാം. റെഡി അല്ലേ? നല്ല കുട്ടിയാണ്, ശ്രദ്ധിച്ച കിട്ടിട്ടോ. ഓക്കെ എന്താ കഥ പറഞ്ഞേ? ഉവൈസുൽ ഖർനി. ആരാ കഥ പറഞ്ഞേ? ഉവൈസുൽ ഖർനി പറഞ്ഞ ആള് എന്തായിരുന്നു? കൊതി ഉണ്ടായിരുന്നേ?
മുത്തുനബിനെ കാണണം, മുത്തുനബിന്റെ അടുത്ത് ഇരിക്കണം, മുത്തുനബിയോട് സലാം പറയണം, മുത്തുനബിനെ നോക്കിയിരിക്കണം. പുതിയ അങ്ങനെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഞാൻ പോട്ടെ ചോദിച്ചു. അപ്പൊ ഉമ്മ ചെറുതായിട്ട് സമ്മതം കൊടുത്ത് അവര് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഒരിക്കൽ വന്നു. നടന്ന് വന്ന് പെരിയില് റസൂലുള്ളാഹിനെ വീട്ടിൽ നോക്കുമ്പോ നബിനെ കണ്ടില്ല. വീട്ടിലില്ല, വീട്ടിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മടങ്ങിപ്പോയി. പക്ഷെ മനസ്സിൽ പിന്നി എന്തുണ്ടായിരുന്നു? കാണണം കൂതിണ്ടായിരുന്നു. പക്ഷെ മണിക്കണ വരെ റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എവിടെ കണ്ടിക്കുന്നറിയാം? സ്വപ്നത്തിലോ കണ്ടു. നമുക്ക് കാണണ്ട സ്വപ്നത്തിൽ നബിനെ കാണണോ? കാണാൻ പറ്റുമോ? അപ്പൊ നമ്മള് സ്വപ്നം കാണുമ്പോ ആന വരുന്നതൊക്കെ കാണില്ലേ? കണ്ടിട്ടുണ്ടോ? ചിലപ്പോ നമ്മള് കാറിൽ പോണത്, വിമാനത്തിൽ പോണതൊക്കെ കാണില്ലേ? ഇങ്ങനെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോ നല്ല നല്ല സ്വപ്നങ്ങൾ ഇങ്ങനെ കാണും. പക്ഷെ ആ സ്വപ്നം കാണുമ്പോ നമുക്ക് ഇനി ആരെ കാണുന്നറിയോ? ആരെ കാണും? നീ കുട്ടിയാണ് സെറ്റാക്കി മൂന്നാൾക്ക് മോന്റെ പേര് ഈ കുട്ടിക്കാരുടെ പേര് പോയില്ലേ? നിങ്ങൾക്ക് കഥമിനെ കേൾക്കുന്നില്ലേ? നമുക്ക് ഉഷാറാവല്ലേ? ഉഷാറാവുക, ഉഷാറാക്കട്ടെ. എല്ലാവരും എണീറ്റ് എണീക്കാൻ പാടില്ല. ആപ്പിൾ മദീനത്തിന് ആരെങ്കിലൊക്കെ വരുമ്പോഴൊക്കെ ചോദിക്കും, ഇതിനെ പിന്നെ കണ്ടിരുന്നു എടമാന് പറഞ്ഞിട്ട് നിങ്ങളെ നബിനെ കണ്ടിരുന്നു, നിങ്ങളെ നബിനെ കണ്ടിരുന്നു എല്ലാരോടും ചോദിക്കും. ആര്? എല്ലാരോടും ചോദിക്കൂട്ട. അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ അവർക്കൊന്നും എന്തുണ്ടാവില്ല, എടി എന്നോട് ഇങ്ങനെ കാണിച്ചേ. അല്ല ഇങ്ങനെ അടിക്കാൻ ഓറഞ്ച് വേണ്ട. റെഡി? നീ കഥ പറയട്ടെ, സ്പീഡ് ഞാൻ പറഞ്ഞു പോകട്ടോ. നിങ്ങൾക്ക് എണീക്കല്ലേ കുറെ നടന്നുകൊണ്ട് പിന്നെ അപ്പൊ ഇനിയും കുഴപ്പമില്ല, കുറച്ച് നേരം പറഞ്ഞിട്ട് അതാവും നല്ല കുട്ടികളാക്കി എല്ലായിടത്തും അതാവും നമ്മളെ വിജയിപ്പിക്കട്ടെ. മുത്തനബിക്കും അള്ളാഹ്ക്കും ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളാക്കട്ടെ. ശ്രദ്ധിക്കൂലേ? കഥ കേൾക്കണില്ലേ? അങ്ങനെ കഥ പറയട്ടോ. ഉവൈസുൽ ഖർനി ഒരിക്കൽ എന്ത് ചെയ്തു അറിയാം? നമ്മുടെ നബി യുദ്ധത്തിന് പോയി.
ഏത് യുദ്ധം എന്ന് അറിയോ? ഉഹുദ് യുദ്ധത്തിൽ. ആ നബി യുദ്ധത്തിന് പോയപ്പോഴേ അവിടെ നബിനെ സ്നേഹിച്ച 1-2 കഥകളുണ്ട്. ഞാനൊന്ന് പറയാം. നമ്മുടെ നബിന് ഇഷ്ടാവണ്ടേ? നബിന് ഇഷ്ടാവണ്ടേ? ഇഷ്ടാവണ്ടേ? ആ റസൂലുള്ളാഹിനെ നമുക്ക് ഇഷ്ടമായിട്ട് ആ റസൂലുള്ളാഹിനോട് നമുക്ക് എന്താ വേണം? അടുക്കാൻ പറ്റണം. എന്ന് നബിക്ക് നമ്മളെ കാണാനും കൊതിയാവണം. നമുക്ക് നബിനെ കാണാൻ കൊതിയില്ലേ? അതേപോലെ നബിക്ക് നമ്മളെ കാണാൻ എന്താവും? കൊതിയാവും. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനത്ത് എത്താൻ പറ്റും. സ്വർഗത്തിലെ നബിന്റെ കൂടെ കൂടാൻ നമുക്ക് പറ്റും. അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ആരറിയോ? ഉവൈസുൽ ഖർനി എന്ന് പറയുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി ഉഹുദ് യുദ്ധം നടക്കട്ടോ. ആ ഉഹുദ് യുദ്ധം നടക്കുമ്പോഴേ മുത്തുനബിക്ക് എന്ത് ചെയ്തു? യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഇവിടെ ഉണ്ടാവും, തൊപ്പി ഉണ്ടാവൂലേ, പടയങ്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അഥവാ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കവചാണ് കേട്ടോ. അത് പിന്നെ ഇരുമ്പൊക്കെ ഉണ്ടാവും. അതിന് ഓരോ രീതിയിലാണ്. അങ്ങനെ ഒരിക്കൽ റസൂൽ അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അമ്പ് വന്ന് പ്രവാചകന്റെ കവളത്ത് തട്ടി. അങ്ങനെ മുത്തുനബിന്റെ ശരീരത്തിലെ മുഖത്ത് ഇത് 2 കുളത്തൊക്കെ എന്തായിരുന്നു? നിറച്ചിരുന്നു. ഒരു പല്ലും പൊട്ടിപ്പോയി, ചെറിയൊരു പല്ലും പൊട്ടിപ്പോയി. ഇത് ആരറിഞ്ഞോന്നറിയോ? ഉവൈസുൽ ഖർനി അറിഞ്ഞു. നബിനെ കണ്ടിട്ടില്ല, അല്ലാഹ്ക്കറിയും. ഉവൈസുൽ ഖർനി അറിഞ്ഞു. എന്താ അറിഞ്ഞറിയോ? നബിന്റെ ഒരു പല്ല് പൊയ്ക്കണെന്നറിഞ്ഞു. ഏത് പല്ല്? ഏതാ അറിയില്ല ആർക്ക്. മുമ്പല്ലേ അറിഞ്ഞില്ല ഏതാണ്, ഇതാണെന്നും അറിയില്ല. അങ്ങനെ ഉവൈസുൽ ഖർനിയില്ലേ ഇത് അറിഞ്ഞപ്പോ ഉവൈസുൽ ഖർനിക്ക് സങ്കടമായി. കാരണം എന്താ? ഒരു സ്നേഹിക്കണം പ്രിയപ്പെട്ട ആളാണ് ആര്? മുത്തുനബി ഇല്ലേ? ഓർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ റസൂലുള്ളാഹിക്ക് ഇഷ്ടമായ ഉവൈസുൽ ഖർനിക്ക് അറിഞ്ഞു എന്റെ നബിന്റെ ഒരു പല്ല് പൊയ്ക്കണം. അപ്പൊ ഇവരെന്താ ചെയ്തറിയോ? ഇന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത ഒരു പല്ല് ഇക്കും വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്താന്നറിയോ? ഒരു കല്ലെടുത്തിട്ട് ഒരു പല്ല് പൊട്ടിച്ചു. വേദന ഉണ്ടാവില്ല. ഉണ്ടാവില്ല. എന്താ കാരണം? അത്ര ഇഷ്ടാണ്. ഒരു വേദന ഉണ്ടാവും, പക്ഷെ വേദന സഹിക്കും. ഇന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത ഒന്ന് എനിക്ക് വേണ്ട. നബിന് അത്ര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്. നബിക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. എന്റെ പേര് ഞങ്ങൾക്ക് അറിയോ? ഖസ്വ എന്ന് പറയുന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. കേട്ടിട്ടില്ലേ? അൽ ഖസ്വ എന്ന് കേട്ടിട്ടില്ലേ? ആ റസൂലുള്ളാഹിന്റെ ഒട്ടകം കേട്ടോ. ആ ഒട്ടകത്തിന് ഒരു കഥയുണ്ട്. നിങ്ങൾ കേൾക്കുവോ? എന്തിനാണ് ഈ കഥയൊക്കെ പറഞ്ഞറിയോ? ഒട്ടകത്തിനും ഉവൈസുൽ ഖർനിക്കും കുറേ ആൾക്കാർക്ക് റസൂലുള്ളാഹിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നമുക്ക് ഇഷ്ടാവണ്ടേ? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി, മരണപ്പെട്ടുട്ട. റസൂൽ വഫാത്തായ സമയത്ത് അന്ന് എല്ലാവരും സങ്കടത്തിലായിരുന്നു. ആകാശവും സങ്കടത്തില്, ഭൂമി സങ്കടത്തില്, പിന്നെ എല്ലാ സ്വഹാബാക്കളും സങ്കടത്തിലും. ആ സങ്കടത്തിൽപ്പെട്ട ആളായിരുന്നു ഈ ഒട്ടകവും. അൽ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകവും എന്തായിരുന്നു? സങ്കടം എന്ന് പറഞ്ഞ റസൂൽ വഫാത്തായി എന്ന് അറിഞ്ഞതിന് ശേഷം നബി പോയിരുന്ന ഒട്ടകല്ലേ, നബി കയറിയിരുന്ന ഒട്ടകല്ലേ, നബി തിന്നാൻ കൊടുത്തിരുന്ന ഒട്ടകല്ലേ, നബി ഉമ്മ കൊടുത്തിരുന്ന ഒട്ടകല്ലേ, നബി തലോടിയിരുന്ന ഒട്ടകല്ലേ. ആ അൽ ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ഉണ്ടല്ലോ, റസൂൽ വഫാത്തായതിനു ശേഷം കരയാൻ തുടങ്ങി. കരഞ്ഞിങ്ങനെ കുറേ നിന്ന് കരഞ്ഞു അത്രേ. പിന്നെ ആ ഒട്ടകം ഇങ്ങനെ മെല്ലെ ഇരുന്ന് കാണാൻ. ആ ഒട്ടകം ഇങ്ങനെ കരയൊന്ന് ഓർത്ത് വെക്കാൻ. ഒട്ടകം കരീന ആർക്ക് വേണ്ടിയിട്ടാ? എന്റെ റസൂലുള്ളാഹിനെ നീ കാണുമോ? എന്റെ റസൂലുള്ളാഹി എനിക്ക് തിന്നാൻ തരുമോ? എന്റെ റസൂലുള്ളാഹി എന്റെ പുറത്ത് കയറുമോ? കാരണം എന്താ? പോയി വഫാത്തായി. ഈ ഒട്ടകം പിന്നെ തിന്നിട്ടില്ല. ഒന്നും കൊടുത്താലും തിന്നൂല. ആ ഒട്ടകം ഇങ്ങനെ കടന്ന് പിന്നെ ആ ഒട്ടകം എന്ത് ചെയ്തു? മണ്ണിക്ക് തല ഇങ്ങനെ വെച്ച്, മണൽക്ക് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടന്ന് പിന്നെ ആ ഒട്ടകത്തിന് ആരും കണ്ടിട്ടില്ല എന്നാണ്. എന്തോ പോയി. അപ്പൊ ആരൊക്കെ തിന്നാൻ കൊടുക്കണ്ട? തിന്നാൻ എല്ലാവർക്കും സങ്കടമാണ്. ഒട്ടകത്തിന് മാത്രമല്ല
അവിടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾക്ക് സങ്കടം, ആളുകൾക്കൊക്കെ സങ്കടം. കാരണം അവർക്കൊക്കെ ആരെ നഷ്ടപ്പെട്ടു പോയേ? നബി പോയില്ലേ? ആ റസൂലുള്ളയാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ഭാഗ്യം എന്താ അറിയോ? ആ റസൂലുള്ളയും നമ്മുടെ നേതാവ് എന്നുള്ളത് നമ്മുടെ ഒരു അയാള് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഞാൻ ഇങ്ങോട്ട് ചോദിച്ചാൽ എന്താ പറയാ അറിയാം? എന്താ അറിയാം? എന്റെ റസൂലുള്ളാന്റെ ഉമ്മത്തായി ഞങ്ങളുടെ നേതാവ് മുത്തുനബിയാണ്. ഉമ്മാനെ കിട്ടിയെന്നോ ഉപ്പാനെ കിട്ടിയെന്നോ ഈ സ്കൂളിൽ പഠിക്കണ്ടെന്നോ പൈസ ഉണ്ട്, ഇതൊന്നുമല്ല ഭാഗ്യം. ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യത മുത്തുനബിയാണ് നമ്മുടെ ഭാഗ്യം. അത് ലോകത്ത് കുറെ ആൾക്കാർക്കില്ല. ആദനബിന്റെ കാലത്തുള്ളവർക്ക് റസൂലുള്ളാന്റെ ഉമ്മത്താണോ? അല്ലല്ലോ, നമ്മുടെ ഭാഗ്യാണ്. അതുകൊണ്ട് നമുക്ക് ആരെ മുമ്പിലും പറയാം മുത്തു റസൂലുള്ളാനെ വെച്ചിട്ട്. നിങ്ങൾ പറയില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ആരെന്നാ ചോദിച്ചിട്ട് പറയാം? മുത്തുനബിയാണ് നമ്മുടെ ഭാഗ്യം. അല്ലാഹുവേ, ആ മുത്തുനബിനെ കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ മുത്തുനബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ എത്താൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ആ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. കേട്ടോ, ആ ഒട്ടകത്തിന് റസൂലുള്ളാഹിനെ അത്ര ഇഷ്ടായിരുന്നു. അപ്പൊ നമുക്കോ അതിനെക്കോളും ഇഷ്ടാവണം. ആ ഒട്ടകത്തിനെ പിന്നെ കണ്ടിട്ടില്ല, അത് അങ്ങോ പോയത്രേ. നബിനെ എല്ലാരും ചാരത്ത് നിന്നവരൊക്കെ സ്നേഹിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ സ്നേഹിക്കണോ? സ്നേഹിക്കണ്ടേ വേണ്ടേ? നബിന്റെ ഇവിടെ ആ തറച്ച സമയത്ത് പല്ല് പോയില്ലേ? ഉവൈസ് ഒരു പല്ല് പൊട്ടിച്ചു. പല്ലൊന്നും പൊട്ടിക്കാൻ പാടുണ്ടോ? നമ്മുടെ കൈ മുറിക്കാനോ അല്ലെങ്കിൽ പിന്നെ സൂചി കൊണ്ട് കുത്താനോ ഒന്നും പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഇത് നമ്മളതാണോ? അല്ലാഹു നമുക്ക് തന്ന ശരീരങ്ങളല്ലേ. അത് നമ്മൾ കുത്താനോ മുറിക്കാനോ ഒന്നും പാടില്ല. പാടുണ്ടോ? ഇല്ല. പക്ഷെ സ്നേഹം കൂടിയപ്പോ അവരെന്താ പറഞ്ഞേ? എന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത എനിക്ക് എന്ത് വേണ്ട? അങ്ങനെ ഒരു പല്ല് പൊട്ടിച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ ഇതിലേത് പല്ലപ്പോ റസൂലുള്ളാഹിക്ക് പൊയ്ക്കണേ? അറിയില്ലല്ലോ. പൊട്ടിച്ചതിന്റെ ശേഷം ആലോചിച്ചത് ഏത് പല്ല് പൊയ്ക്കണേ? ഒരു പിടുത്തം കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? എല്ലാ പല്ലും പൊട്ടിച്ചു. പറഞ്ഞിരുന്നാ എന്റെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഈ തറച്ചില്ലേ ഇവിടെ ഞാൻ തറച്ചില്ലേ? ഈ തറച്ച സമയത്ത് നബി നേതാവാണ് കേട്ടോ. യുദ്ധത്തിന് നിൽക്കണോ? യുദ്ധത്തിന് ഇങ്ങനെ നിൽക്കട്ടോ. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് നമ്മൾ തറക്കുമ്പോ റസൂല് വേദനിച്ചിട്ടുണ്ടാവും. രക്തം ഇങ്ങനെ ഒലിക്കാണ്. ഇവിടെ 2 കുളത്ത് എന്തായിട്ടുണ്ട്? ഈ കവളത്ത് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അറിയോ? റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു. എന്തിനാ? നേതാവ് വീണാല് ഉറപ്പായിട്ട് ശത്രുക്കൾക്ക് എന്തുണ്ടാവും? ധൈര്യം കൂടും. കാരണം ഓലെ നേതാവ് തോറ്റിട്ടുണ്ട്. ഇനി ഓലെ എല്ലാവരും നേതാവിനെ നോക്കായിരിക്കും. അപ്പൊ അബൂബക്കർ അടുത്ത് ഇങ്ങനെ നിന്നു. നിൽക്കുമ്പോ എന്താ ചെയ്യേണ്ടത് പിടുത്തമില്ല. കാരണം റസൂലുള്ളാഹി വേദനിക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല വേദന ഉണ്ടായിരുന്നു. ഇതിനെ നല്ല ഇഷ്ടമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അറിയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയോ? നബിനെ ഇഷ്ടപ്പെട്ട് നബിന്റെ കൂടെ നിന്നതിന്റെ പേരില് ശത്രുക്കളൊക്കെ അടിച്ച് കുറേ തല്ലി ബോധം പോയിരുന്നു. എന്താ കാരണം? എന്തിനാ? നബിനെ സ്നേഹിച്ചതിന്റെ പേരില്, നബിന് ഇഷ്ടമായിട്ട് തല്ലി. 2 ആളും തല്ലി. റസൂലുള്ളാഹിനെയും തല്ലി, സിദ്ദീഖ് തങ്ങളെയും തല്ലിട്ടോ. തല്ലിയപ്പോ വേദനയായിട്ട് ബോധം കെട്ടു വീണു. അങ്ങനെ കുറച്ച് ഞാൻ ബോധം വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കുട്ടിക്ക് അടിക്ക് കിട്ടിയത് എന്തിന്റെ പേരില? നബിന്റെ കൂടെ നിട്ടല്ലേ. അതുകൊണ്ട് എന്റെ കുട്ടി ഇനി എന്ത് ചെയ്യണ്ട? നബിന്റെ ഒപ്പം പോവണ്ട എന്ന് പറഞ്ഞു ഉമ്മ. പോന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചി കഞ്ഞി കുടിച്ചോ പറഞ്ഞു. എന്തോ തിന്നാൻ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്തു അറിയോ? അബൂബക്കർ പറയട്ടോ, എനിക്കിപ്പോ വേണ്ട, എനിക്ക് എന്റെ നബിക്ക് എന്താ പറ്റിയെന്ന് അറിയണം, അറിഞ്ഞിട്ട് മതീന്നാ പറഞ്ഞു. അത്ര ഇഷ്ടായിരുന്നു എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഇങ്ങനെ അമ്പ് തട്ടിയിട്ട് ചോര വരുമ്പോ രക്തം വരുമ്പോ അടുത്ത് ഇങ്ങനെ നിന്നിട്ടോ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ട അറിയണില്ല. കാരണം അങ്ങനെ നേരെ അടുത്ത് നിന്നാണ്ട് അത് എടുക്കാൻ നോക്കുമ്പോൾ ശത്രുക്കൾ കാണുമ്പോ നേതാവ് വീണിട്ടുണ്ടെന്ന് പറയില്ല. ഒരുപാട് റസൂലിന്റെ അടുത്തേക്ക് വരും. അപ്പണ്ടേ
ഒരാള് കുതിരമ്മ ഇങ്ങനെ വരുന്നുണ്ട്. നബിന് ഇഷ്ടമുള്ള ഒരാള് വേറൊരാളാ അൽഹംദുലില്ലാ പേര് പറയണ്ടില്ലേ. ഉമറുദ്ദീൻ നല്ല ഇഷ്ടമായിരുന്നു. ഉമറുദ്ദീനെ നിങ്ങൾക്ക് അറിയില്ലേ? നബി വഫാത്തായ പൊട്ടക്കും കടന്ന പോലെ തന്നെ നബി ഉമറുദ്ദീൻ എന്തെന്ന് അറിയോ? പിന്നെ റസൂലുള്ള വഫാത്തായി നിന്നോട് ആരും പറയരുതേന്ന് പറയാണ്. എന്നോട് ആരും മിണ്ടരുത് കേട്ടോ. എന്ത് എന്റെ റസൂലുള്ള വഫാത്തായി നിന്നോട് ആരും ചെയ്യരുത് പറയരുത്. എനിക്ക് കേൾക്കാൻ പറ്റുമോ? എന്തൊക്കെ ആർക്കും പൂതിയുണ്ടോ? നിങ്ങളമ്മ മരിച്ചത് കേൾക്കാന് ഉണ്ടോ? നിങ്ങളപ്പ മരിച്ചത് കേൾക്കാൻ പൂതിയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. എനിക്ക് പൂതിയില്ല. എന്റെ കുട്ടി മരിച്ചത് കേൾക്കണത് എനിക്ക് പൂതിയില്ല. അവേ ഞങ്ങള് മാക്കും പാക്കും ദീർഘായുസ്സേ എന്ത് ചെയ്യാറോ വാളും തൂരി എന്നിട്ട് പറഞ്ഞു ഇന്ന നബി ആരെങ്കിലും മരിച്ചു വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ ഓലെ വെട്ടും. ഇതിനെങ്കിലും പറയണത് അവിടെ നബി വഫാത്തായി കിടപ്പുണ്ട്. കേൾക്കാൻ വെക്കണില്ല. ആരും പറയണ്ട. സത്യത്തിൽ എന്തായിട്ടുണ്ട്? യാത്രയായിട്ടുണ്ട്. കേൾക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉമറുദ്ദീൻ പറയാറുണ്ട്, ഞാൻ തിന്നണതും ഞാൻ കുടിക്കണതും ഞാൻ കല്യാണം കഴിച്ചത് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ വേണ്ടേ? നമ്മൾ ധരിക്കണത് തിന്നണത് റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാവണ്ടേ? എങ്ങനെയാവുക? നബി എങ്ങനെയാ തിന്നു? ഉസ്താദുമാര് തിന്ന് പഠിപ്പിച്ചു തരും. നബി എങ്ങനെയാ തിന്നേ? എടുത്ത കൈ കൊണ്ട് നബി തിന്നിരുന്നോ? നിന്നിട്ട് തിന്നിരുന്നോ? ഇല്ല. നിങ്ങൾ ഉമ്മാനോട് ചോദിക്കണം, ഉസ്താദിനോട് ചോദിക്കണം. നീ ഉമ്മ ഉപ്പ പിന്നെ നബി എങ്ങനെയാ തിന്നിരുന്നേ? നബി എങ്ങനെയാ ഉറങ്ങിയിരുന്നേ? എങ്ങനെ നബി ഉറങ്ങിയിരുന്നേ? ഫോണൊക്കെ നോക്കി കുറെ ഗെയിമൊക്കെ കണ്ട്. അന്ന് ഫോണില്ല. ഇല്ലല്ലോ. നബി എങ്ങനെ ഉറങ്ങിയിരുന്നേ? ഖുർആനൊക്കെ ഓതി. ഉസ്താദ് പറഞ്ഞിരുന്നില്ലേ നബി എങ്ങനെയാ ഉറങ്ങിയിരുന്നത്? അങ്ങനെ ഇവിടെ കൈയൊക്കെ വെച്ച് നല്ല ഉറക്കം. ആ ഉറക്കങ്ങൾ ഉസ്താദ് പറഞ്ഞിരുന്നേ. നിങ്ങൾ ചോദിക്കണെന്തേ? ടീച്ചർമാരോട് ഉസ്താദുമാരോട് ഉമ്മാനോട് ഉപ്പാനോടൊക്കെ ചോദിക്കേണ്ട എന്താ അറിയോ? എന്താ ചോദിക്കണ്ടേ? നബി എങ്ങനെയാ ഉറങ്ങിയേ? നബി എങ്ങനെയാ നടന്നേ? നബി എങ്ങനെയാ സംസാരിച്ചേ? നിങ്ങൾ കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? കൂടെ ഉണ്ടോ? കൂടെ ഉള്ളവർ എണീറ്റേ. അവിടെ പറഞ്ഞാലല്ലേ എണീക്കാൻ പറ്റുള്ളൂ. നല്ല കുട്ടികളൊക്കെ ഉണ്ട്. ഓടി വരുന്നുണ്ട് ഒരാള് കുതിരമേ. വേറൊരാളാണ്. ഞാൻ പറയാം നിങ്ങൾ പറയാത്തത്. ആരും ഓടി വരുന്നറിയോ? ഓടി വരണമെങ്കിൽ എന്ത് വേണം? നബിക്ക് അമ്പ് തറച്ചത് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ കാണാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ നിൽക്കുന്ന ആള് രണ്ട് സ്ഥലത്തേക്ക് നോക്കുന്നുണ്ടാവും. എവർക്കറിയോ? ഒന്ന് നബിനെ നോക്കുന്നുണ്ടാവും, ഒന്ന് യുദ്ധത്തിലേക്ക് നോക്കുന്നുണ്ടാവും. ഉണ്ടാവില്ലേ? ഇനി നബിക്ക് ഒന്നും പറ്റരുത്, ഇഷ്ടം കൊണ്ടല്ലേ. വേറൊരാളെ ആളെ പേര് പറയാം. അല്ല, വേറൊരാളെ പേര് ഞാൻ പറയട്ടാ. പേര് ഞാൻ പറയണേ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എന്താ പേര്? സൗണ്ട് ഇല്ല. കുതിരമങ്ങനെ ഓടി വന്നിട്ട് നേരെ വരുന്നത്. രസം എന്താ അറിയോ? അവർ യുദ്ധം ചെയ്യുമ്പോ ശരിക്കും യുദ്ധം ചെയ്യുമ്പോ ആരെ നോക്കുക? ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കും നമ്മവിടെ ചായ ഉണ്ടോ നോക്കുവോ? ഇല്ലല്ലോ. നമ്മളൊരു കളിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഇവിടെ യുദ്ധം ചെയ്യുമ്പോ ഇവർ രണ്ട് സ്ഥലത്തേക്കാണ് നോക്കണത്. ഒന്ന് എങ്ങോട്ടാ നോക്കണേ? നബിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇഷ്ടാണത്. എന്റെ റസൂലുള്ളാഹിക്ക് അമ്പ തറയരുതേ, എനിക്കൊന്നും പറ്റരുതേ. നബി യുദ്ധത്തിന് എല്ലാരും പോലും പോവാണ്. എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല. ആർക്ക് പറ്റാൻ പാടില്ല? നബിക്ക് പറ്റാൻ പാടില്ല. അങ്ങനെയായിരുന്നു ഇവര് ആഗ്രഹം ഉണ്ടായിരുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടുത്തെ രണ്ട് പല്ലുമില്ല. മുമ്പത്തെ രണ്ട് പല്ലും പോയി. നമ്മളൊക്കെ പല്ലില്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പല്ലുണ്ടായില്ലല്ലോ. ഉണ്ടോ? അപ്പൊ തന്നെ ചില കുട്ടികള് ഇങ്ങനെ പൊങ്ങിക്കൂല. എന്താ ഉമ്മനെ പിടിച്ചു? എന്താ കാരണം?
ചിരിച്ചാടിയില്ല ഞാൻ നോക്കണ്ട പല്ലില്ലാത്തത്. അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ പിടിച്ച എന്താ കാണില്ല പല്ലി ഇവിടെ കണ്ടോ ഇയാൾക്ക് പല്ലില്ല. ഇനി ഒരു പല്ല് വരും, സൂപ്പറായ പല്ല് വരില്ലേ? സൂപ്പറായ പല്ല് വരില്ലേ? അടിപൊളി പല്ല് വരും. എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ 2 പല്ലില്ല. ഇനി പല്ല് വരൂ? പല്ല് വരുവോ? വരില്ല. വരാൻ പൂതിയുണ്ടോ? ഈ പുതിയ പല്ല് വരാൻ പൂതിയുണ്ടോ? പൂതിയില്ല. കാരണം എന്താ? ആ 2 പല്ല് ഇല്ലാതിട്ടും കാണാൻ ഭംഗിയുണ്ടായിരുന്നു അവര്. ആ പല്ല് എങ്ങനെ പോയതറിയോ? ഞാൻ പറഞ്ഞോട്ടെ, ആ പല്ല് പോയൊരു കഥയുണ്ട്. ആ കഥ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ 2 പല്ലും ഉണ്ടായിരുന്നു യുദ്ധത്തിന് പോകുമ്പോ പല്ലുണ്ടായങ്ങാണ്ട് സുന്ദരനായ ആളായിരുന്നു. ഇപ്പൊ എന്താ പറഞ്ഞേ? അല്ലേ അബൂ ഉബൈദ. അല്ലാഹുവേ ഓരോപ്പം ഞങ്ങളെ സ്വർഗത്തിലാക്കണേ റബ്ബേ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ അത് കേൾക്കുന്നുണ്ടാ? യുദ്ധത്തിൽ ഇങ്ങനെ നടക്കുമ്പോ കുതിരമ കയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ വന്ന് അപ്പൊ സമയത്ത് അബൂബക്കറിന് പേടിയായി. എന്താ പേടി? ആരാന്നറിയോ? അറിയൂല. അർസോനെ കുതിരമ്മ ഇങ്ങനെ വരുന്ന സമയത്ത് അബൂബക്കറിന് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിട്ടുള്ളൂ. എന്താ ആ വരുന്ന ആൾ ആരാ വരുന്നേ? ശത്രു ആവരുത്. കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? നബി തടലിലോട് കൂടെ ഒരു തളർന്നു ആവരുതീന്ന് പേടിച്ചിരിക്കാണ്. ആ സമയത്താണ് ഓടി വരാൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വരുന്നേ. അങ്ങനെ നബിന്റെ അടുത്ത് അബൂബക്കറിന്റെ അടുത്ത് നേരെ നിന്നിട്ട് ഒറ്റടിക്ക് ഇത് കാണാണ്. എന്താ കാണണേ? ചോര ഇങ്ങനെ വരിക. 2 കുടത്ത് റസൂലുള്ളാഹിന്റെ കബളത്ത് ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. നബിക്ക് വേദന ഉണ്ടാവും. ഇത് കൈകൊണ്ട് എടുത്താൽ കിട്ടൂല. അത്രയും ശക്തമായിട്ടാണ് നിൽക്കണത്. ആ സമയത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മെല്ലെ പറഞ്ഞിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാണ്, സിദ്ദീഖ് തങ്ങളെ ഞാനത് എടുക്കട്ടെ, ഞാനത് പറിച്ചെടുക്കട്ടെ ചോദിക്കാണ്. ഞാനത് കൈകൊണ്ട് എടുത്താൽ കിട്ടൂല. അപ്പൊ സിദ്ദീഖ് തങ്ങൾ നോക്കുന്നുണ്ടാവും ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി പിടക്കുണ്ടാവും, വേദന കൊണ്ട് ഉണ്ടാവൂല്ലേ? വേദനിക്കാൻ പറ്റുമോ? നബിക്ക് വേദനിക്കാൻ പാടില്ലല്ലോ. നബി വേദനിക്കാൻ സഹിക്കൂല. അപ്പൊ മെല്ലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മെല്ലെ ഇരുന്നിട്ട് എന്ത് ചെയ്തു അറിയോ? കടിച്ചിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു അറിയോ? കടിച്ചു. എന്നിട്ട് ഒരു കണ്ണി കടിച്ചങ്ങാണ്ട് എടുത്തു. ഇടുക്കലോട് കൂടെ അത് കെട്ടും ചെയ്തു. പക്ഷെ എന്തായി? ഒരു പല്ല് പൊട്ടി. രണ്ടാക്കും വേദന ഉണ്ടാവും. പല്ല് പൊട്ടുമ്പോ വേദന ഉണ്ടാവില്ലേ? ഇളകിയ പല്ല് പറഞ്ഞു വരുമ്പോഴേ വേദന ഇല്ലാത്തുള്ളൂല്ലേ? എനിക്ക് വേദന ഉണ്ടാവില്ലേ? വേദനിച്ചു പോകും. പക്ഷെ ആ വേദന എനിക്ക് പ്രശ്നം ഉണ്ടാവും ഇല്ല. കാരണം എന്താ? എനിക്ക് വേദനിച്ചാലും കുഴപ്പമില്ല. എന്റെ റസൂലുള്ളാഹിക്ക് വേദനിക്കാൻ പാടില്ല. ഒരു കണ്ണി കിട്ടിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി ഉണ്ട്. എന്താ? വേദനിച്ചിട്ട് ഓടിയില്ല. അബൂ ഉബൈദ മതി, എനിക്ക് വേദനിക്കിട്ടിന്റെ ഒരു പല്ല് പോയി, ഇനി ഞാൻ എടുക്കൂല എന്നല്ല പറഞ്ഞേ. 2ാമത്തെ കണ്ണി എന്ത് ചെയ്തു? പറിച്ചെടുത്തു. രക്തം വന്നിട്ടുണ്ടാവും. പറിച്ചെടുക്കുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ 2ാമത്തെ പല്ലും കുത്തി. 2 പല്ലും പോയി. പക്ഷെ റസൂലുള്ളാഹിന്റെ ആ കവളത്തിന് 2 കണ്ണി എടുത്തതിൽ ആര് സന്തോഷിച്ചു? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്തിനേക്ക് അതൊക്കെ പറഞ്ഞറിയോ? ഓർക്കൊക്കെ നബിന് എന്തായിരുന്നു? ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? നമുക്ക് ഇഷ്ടമാവണ വേണ്ടേ? വേണ്ടേ? നബിന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ ഹൃദയത്തിന് ആരുണ്ടാവണം? നബി ഉണ്ടാവണം. ഹൃദയത്തിൽ നബി ഉണ്ടായാല് നബിന്റെ ജന്മദിനം വരുമ്പോ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. നബിന്റെ പേര് വെക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? സ്വലാത്ത് എല്ലാരും തോന്നൂലേ? ഉറങ്ങാൻ സമയത്ത് ചില കുട്ടികളൊക്കെ ഉണ്ട്, റബ്ബേ സ്വലാത്ത് ഇങ്ങനെ ചെയ്യും ഇല്ലേ? എത്ര ചെല്ലുക? എണ്ണമില്ല. എന്തിനാ? റസൂലുള്ളാഹിനെ കാണുന്നവരെ സ്വലാത്തില്ല. വലിയ കുട്ടികളാണ്. നബിനെ സ്വപ്നത്തിൽ കാണാൻ നല്ല ഐഡിയ ഉണ്ട്. ഞാൻ പറഞ്ഞിരിക്കും, നിങ്ങൾ കേൾക്കുവോ? സ്വപ്നത്തിൽ കാണണോ? ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ അടുത്തിരിക്കും. സന്തോഷമായിട്ട് എന്ത് ചെയ്യും? നമ്മോട്
സംസാരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഐഡിയ ഉണ്ട്. സലാത്തിലാണോ? സലാത്തിൽ 4ാമത്തെ കാര്യമാണ്. അതിന് മുന്നേ 3 കാര്യമുണ്ട്. നിസ്കരിക്കൽ നിർബന്ധമാണ്. അല്ലാത്തവർ കാണുമോ? നിങ്ങൾക്ക് ചില കുട്ടികളെ നിർബന്ധം ഖുർആനും അതിലും നബിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. ഫസ്റ്റ് എന്താണ് നബിന്റെ സ്വപ്നത്തിൽ കാണാനുള്ള ഐഡിയ? പറഞ്ഞോട്ടെ. നമുക്ക് വന്നുകൊണ്ട് ഒരാൾ വന്നുകൊണ്ട് ഇപ്പൊ ഞാനിങ്ങനെ നിങ്ങൾ ഓർമ്മ സമയത്ത് വന്നുകൊണ്ട് ഞാൻ നബി എന്ന് പറഞ്ഞാൽ അത് നബിയാവോ? ഇല്ലല്ലോ. അതിനെന്ത് വേണം? നമുക്ക് ആദ്യം നബിനെ അറിയണ്ടേ. ഇപ്പൊ നിങ്ങളൊപ്പം വന്നുകൊണ്ട് ഞാനാട്ടോ നബി പറഞ്ഞാൽ ഓ ഞാൻ നബിനെ കൊണ്ടുവന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു പോത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയണേ ഞാനാണ് ആന എന്ന് പറഞ്ഞാൽ എന്താ പറയാ? അത് ആനയാണോ പോത്താണോ? നമുക്കറിയാൻ തന്നെയാണ്. ഒരാള് വന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് നബിയാണ് നമുക്ക് അറിയണ്ടേ? അറിയണോ? നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. അറിയണ്ടേ? സത്യത്തിൽ കാണണോ? എത്ര വട്ടം കാണണോ? കുറേ കാണണ്ടേ? കാണാൻ ഭാഗ്യം ഉണ്ടാവും. അതിനെന്ത് വേണമെന്നറിയോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ആഗ്രഹിക്കുക. ഇതാഗ്രഹം നബിനെ കാണണോ എല്ലാരോടും പറയാം. റസൂലിനെ കാണണം. ആഗ്രഹം എല്ലാരോടും പറയാം. ഉമ്മാനോടും പറയാം ഉമ്മ എനിക്ക് ഉമ്മാനെ എവിടെ കാണണം? നമുക്ക് നേരെ ഉമ്മാനെ ഇപ്പൊ കാണാൻ പറ്റണില്ലേ? ഉണ്ടോ? ഉപ്പാനെ കാണാൻ പറ്റണില്ലേ? പറ്റുന്നുണ്ട്. പക്ഷെ നബിനെ നമുക്ക് കാണാൻ പറ്റണില്ല. പക്ഷെ നമുക്ക് നബിനെ കാണാലോ. ഒന്നാമത്തെ ഐഡിയ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞു കേട്ടോ. എന്താ? നല്ലോണം പൂരി ഉണ്ടാവുക. റസൂലിനെ കാണണേ ഇങ്ങനെ. നിങ്ങൾക്ക് ഫസ്റ്റ് മാർക്ക് കിട്ടാനില്ലേ? ക്ലാസ്സിൽ മാർക്ക് കിട്ടാൻ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ആഗ്രഹിക്കണം. പഠിച്ചാൽ മാത്രം പോരെ. എന്ത് വേണം? ആഗ്രഹം ഉണ്ടാവുമ്പോ നമ്മൾ നീട്ടിയെടുക്കാൻ നോക്കൂലേ? നിങ്ങൾ ഇവിടെ ഇല്ലട്ടോ. നോക്കൂലേ? നീറ്റെല്ലാരും ഇങ്ങനായിട്ടില്ലട്ടോ. വണ്ണ് നല്ല സൗണ്ടിൽ പറയണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. അതിനേക്കാൾ സൗണ്ട് കിട്ടിയിട്ട് സൗണ്ട് കൂടണേട്ടാ. ഇത്രയും സൗണ്ടില്ല. പിന്നെ സ്വപ്നത്തിൽ കാണണം. ഇത് രണ്ടും കണ്ടാൽ നമുക്ക് നാളെ എവിടെ നിന്ന് കാണാം? സ്വർഗത്തിൽ നിന്ന് നമ്മളെ കാത്തു നിൽക്കും. ഇവിടുന്നൊക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കല്ലേ? അവിടെ നമ്മളെ കാണാൻ ഇങ്ങനെ ആഗ്രഹിക്കണം. എന്നെ കാണാൻ ആഗ്രഹിച്ച കുട്ടികളെ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ ആരാഗ്രഹിക്കണം? കാണണ്ടേ? കാണണം. അപ്പൊ നമ്മൾ ആരെ കഥ പറയണ്ടേ? കാണാൻ ഇത് ഐഡിയ പറഞ്ഞു. ഒന്നാമത്തെ ഐഡിയ എന്താ പറഞ്ഞേ? നല്ലോണം ആഗ്രഹിക്കണം. രണ്ടാമത്തെ കാര്യം പറയട്ടോ. സലാത്ത് എത്രാമത്തതാ? 4ാമത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അറിയോ? പറയട്ടെ. ശരിക്കും ശ്രദ്ധിക്ക്. പറയാൻ പോണേ. കാണണ്ടേ?
കാണാൻ കൊതിയിലുണ്ട്. എനിക്ക് നല്ല കൊതിയുണ്ട്. കാരണം ഏറ്റവും ഭംഗി ആർക്കാം, ഏറ്റവും ബുദ്ധി ആർക്കാം, എല്ലാം തികഞ്ഞ ഒരാളാണ് ആര്? കാണണ്ടേ കാണണ്ടേ. നമ്മളെ ഉമ്മാനെ ഇങ്ങനെ നോക്കിന്നാലും കുറച്ച് നമ്മൾ നോക്കൂല. നോക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ നോക്കിന്നാലും കുറച്ച് ഞാൻ നോക്കൂലല്ലോ. പക്ഷെ റസൂലുള്ളാഹിനെ നോക്കിയാൽ പിന്നെയും 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 പിന്നിങ്ങനെ നോക്കിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തോ? അപ്പൊ എന്താ പറഞ്ഞറിയോ? നബിയെ നബിയെ നിങ്ങൾ എനിക്കിങ്ങനെ നോക്കിയിരിക്കാനാണ് ഇഷ്ടം പറഞ്ഞു. അപ്പൊ എന്ത് രസം റസൂലിനെ കാണാനില്ലേ? കാണണ്ടേ കാണണ്ടേ. അപ്പൊ റസൂലിനെ കാണാലോ. ഒന്നാമത്തെ ഐഡിയ ഞാൻ പറഞ്ഞു, നല്ലോണം ആഗ്രഹിക്കും. രണ്ടാമത്തെ കാര്യങ്ങൾ എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇങ്ങനെ വലുതാകും തോറും നിങ്ങൾ ഉസ്താദിനോട് ഇങ്ങനെ ചോദിക്കണം. എന്താ ചോദിക്കണ്ടേ? നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ഞാൻ നബിയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവില്ല? വിശ്വാസാവില്ല. എന്ത് വേണം? നബിന്റെ രൂപവും നബിന്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കണം. നബിന്റെ കൺപുരിക എങ്ങനെയായിരുന്നു, കണ്ണെങ്ങനെയായിരുന്നു, മൂക്കെങ്ങനെയായിരുന്നു, നബിന്റെ മുഖം എങ്ങനെയായിരുന്നു, തടി എങ്ങനെയായിരുന്നു, നബി എങ്ങനെ നടന്നിരുന്ന് ഒക്കെ ഉണ്ട്. നബി ഒരാളെ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെ വിളിക്കൂല. അപ്പൊ ഇങ്ങനെ ഒരാളെ വന്നിട്ട് നമ്മൾ ഉറക്കത്തിൽ വിളിച്ചാൽ ആരാവില്ല? അതിനെന്ത് വേണം? നബിന്റെ രൂപം എങ്ങനെയായിരുന്നു നമ്മൾ പഠിക്കണം. ആരാ പറഞ്ഞിരിക? ചോദിക്കുക. റസൂലുള്ളാഹിന്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നബിന്റെ കൺപുരിക നമ്മളെ പോലൊന്നുമല്ല, അടിപൊളിയാ. അതെങ്ങനെയാ പറയുന്നത്? റസൂലുള്ള എങ്ങനെയായിരുന്നു എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം, ഈ വന്ന ആള് നബിയെ നമുക്ക് എന്താവണം? ഉറപ്പാവണം. ഉറപ്പാവണി എന്ത് വേണം? കൂടെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ പറയട്ടെ. പിന്നെ കാണാൻ കൊതി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം പറയട്ടോ. പറയണേ. മൂന്നാമത്തെ പറയണേ. ഒന്ന് രണ്ടും പറഞ്ഞ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ എന്താ അറിയാ? നബിയെ കുറിച്ച് ഇങ്ങനെ മതക് പറയും ചെയ്യാ, പാടും ചെയ്യാം. നമ്മൾ ആരെങ്കിലും അടുത്ത് കഥ പറയാൻ വേണ്ടി വരുമ്പോ ഒരു കഥ പറഞ്ഞിരുമ്പോ എന്താ പറയാ? ഞാൻ പറഞ്ഞു തരട്ടോ. പണ്ട് കാട്ടിലൊരു കുറുക്കുണ്ടായിരുന്നു. ആ കുറുക്കന് സിംഹത്തിന്റെ അടുത്തെത്തിയപ്പോ കുറുക്ക് എന്താ പറയാ? മലയാളത്തിലാ പറയാ? ഇംഗ്ലീഷിലാ പറയാ? കുറുക്കം എന്നല്ല പറയാ. പക്ഷെ നമ്മൾ കണ്ടൂലേ? ആ കഥയില്ല. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കഥ ആയിരുന്നാ? എത്രയോ കഥയില്ലേ? ഉവൈസുൽ കഥകൾ കേട്ടില്ലേ? അബൂബൈദാന്റെ കഥ കേട്ടില്ലേ? അബൂബക്കർ സിദ്ദീഖിന്റെ കഥ കേട്ടില്ലേ? ഒട്ടകത്തിന്റെ കഥ കേട്ടില്ലേ? അങ്ങനെ കുറേ കഥകളുണ്ട്. ആ കഥകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആ മൂന്നാമത്തെ കാര്യം. നാലാമത്തേതാണ് നബിക്ക് ഇഷ്ടമുള്ള സ്വലാത്ത് ചെയ്യാം. റെഡി? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പൂവിലും പൂവേ തേനിലും തേനായോരേ. കിട്ടില്ല? പാടോ പൂവിലും പൂവായ പൂവേ തേനിലും തേനായോരേ. പടി. എല്ലാരും
നൂറിലും നൂറായ പൂവേ പൂവിലും പൂവായോരേ പഠി നൂറിലും നൂറായ പൂവേ പൂവിലും പൂവായോരേ തേനിലും തേനായ ജീവേ റൂഹിലും റൂഹായോരേ അസ്സലാത്തു നല്ല സൗണ്ട് അസ്സലാത്തു എന്തിനാ പറഞ്ഞേ നബിനെ സ്വപ്നം കാണണം നബിന്റെ സ്വപ്നം കണ്ട ഉറപ്പാ നമ്മളെവിടെ എത്തും നബിനെ നേരിട്ട് കാണാൻ പറ്റും നേരിട്ടും സ്വപ്നത്തിലും കണ്ട നമ്മുടെ സ്വർഗത്തിൽ എന്തായാലും എന്തോ കാണൂലേ അതിന് ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ കാണാൻ എന്ത് വേണം നല്ല ആഗ്രഹം പൂതി ഉണ്ടാവണം ഒന്ന് രണ്ടാമത്തെ കാര്യമോ നബി എങ്ങനെയായിരുന്നു ചിരിച്ച് നബി എങ്ങനെയാണ് നബിയുടെ രൂപം എന്തായിരുന്നു ഒക്കെ പഠിക്കണം അത് നിങ്ങൾ പഠിക്കണം ആരോട് ചിരിച്ചിട്ട് പഠിക്കാം ഉസ്താദന്മാരോട് പിന്നെ ടീച്ചർമാരോട് പിന്നെ ഉമ്മച്ചിയോട് പിന്നെ പിന്നെ കാണുന്നവരോടൊക്കെ ചോദിക്കണം എന്താ ചോദിക്കണ്ടേ നബി എങ്ങനെയായിരുന്നു എന്ന് പറയണം ഓരൊക്കെ പഠിക്കൂലേ രണ്ടായി മൂന്നാമത്തെ എന്താ പറഞ്ഞേ മൂന്നാമത്തെ എന്താ പറഞ്ഞേ നാലാമത്തെ നബിന്റെ മതത് നബിനെ കുറിച്ച് എന്ത് ചെയ്യുക എല്ലാരോടും പറയും ചെയ്യാ ഒരാള് കഥ എനിക്കൊരു കഥ പറഞ്ഞോ ചോദിക്കുമ്പോ പോലെ എന്താണ് കൂട്ടണി അമ്മനി കഥ പറഞ്ഞു അയ്യേ ആ കഥ ഇല്ല ആർക്ക് വേണം ആ കഥകളൊക്കെ പലതും തള്ളല്ലേ ആണോ ആരോ ഉണ്ടാക്കിയ കഥകളാ പക്ഷെ ഒറിജിനൽ കഥയുണ്ട് നമ്മുടെ ഈമാൻ ശക്തി കൂട്ടുന്ന കഥയുണ്ട് അതാരെ കഥയാ കേൾക്കല്ലേ നബിന്റെ കഥ നബി ജനിച്ചത് മുതൽ ഇങ്ങനെ ആലോചിച്ചൊക്കെയാണ് സങ്കടാവൂലേ സങ്കടാവും ഞാൻ കുറെ കഥ പറയാനും പൂതിണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ കേൾക്കൊരു സമയമില്ലല്ലോ ഞാൻ നിങ്ങളിങ്ങനെ ആലോചിച്ചൊക്കെയാണ് റസൂലുള്ളാഹിന്റെ ആദ്യ കാലത്തിനുള്ള കഥ നോർത്തൊക്കെയാണ് മോനെ എടാ കഥ പറയട്ടെ നബിന്റെ കഥ കേൾക്കൂലേ നിങ്ങൾ കേൾക്കുക സങ്കടാവും സങ്കടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലിക്കട്ടെ എന്താ അറിയാം ഞാൻ പറഞ്ഞോട്ടെ ഇതിനെ കുറിച്ച് പറഞ്ഞോട്ടെ ആ കഥ കേൾക്കുക അങ്ങനെ നമ്മൾ കേൾക്കണം ആ കഥയിൽ ഫസ്റ്റ് തന്നെ റസൂലുള്ളാഹിനെ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിങ്ങൾ നബി ജനിക്കുമ്പോഴേ കല്യാണം കഴിഞ്ഞു ആരത് നബിന്റെ ഉമ്മാന്റെ നബിന്റെ പനി കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഇവർ തീറ്റിപ്പോറ്റ് ഉഷാറാക്കണ്ടേ അതിന് വേണ്ടി എന്താ പറയുക അബ്ദുള്ള വന്നവര് എന്ത് ചെയ്തു കച്ചവടത്തിന് പോവാണ് അപ്പൊ നോക്കണം കേട്ടോ നമുക്ക് നമ്മുടെ ഉപ്പാനെ കാണാൻ കഴിയില്ലേ നമ്മുടെ ഉപ്പല്ല വീട്ടില് ഗൾഫിലില്ലേ ഇല്ലേ എല്ലാവർക്കും ഉപ്പല്ലേ ചിലപ്പോ നാട്ടിലുണ്ടാവും ഒക്കെ ഓൽക്കാൻ ഉപ്പാനെ കാണുന്നില്ല ഉപ്പല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ അവസ്ഥ ആരാ മിഠായി വാങ്ങി തരിക സാധനം ആരാ വാങ്ങി തരിക ഉപ്പച്ചില്ലെങ്കിൽ എന്തോരം എടുക്കാറല്ലേ ഉമ്മ അല്ലെങ്കിലോ ഒരു ജീവിതത്തിന്റെ രസം ഉണ്ടാവൂല ഉമ്മയില്ല ഉപ്പയില്ല സങ്കടാവൂലേ ഈ അടുത്തൊരു കുട്ടിയില്ലേ ആ കുട്ടി നഴ്സറിക്ക് പോയതായിരുന്നു 4-5 വയസ്സുള്ള കുട്ടി കേട്ടോ ആ കുട്ടീന്റെ ഉമ്മയും ബാപ്പയും താത്തയും കൂടിയും ബൈക്കുമ്പോ അങ്ങനെ പോവായിരുന്നു ഓളെ സ്കൂളാക്കിയിട്ട് ബൈക്കുമ്പോ പോയതായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ലോറി ഇടിച്ചിട്ട് എന്ത് ചെയ്തു അറിയോ ഒരു 3 ആളും ഈ കുട്ടി സ്കൂളിൽ നിന്ന് ബാഗും പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കാണാൻ അറിയാം 3 ആള് മരിച്ചു കിടക്കണ കാണുന്നത് സങ്കടാവൂലേ വിഷമാവൂലേ പഠിച്ചോനെ എനിക്ക് ഉപ്പല്ലിലും ഉമ്മിലും സങ്കടാവൂലേ എന്നാൽ ഈ സങ്കടം ഇതുവരെ ഒരിക്കൽ 4 വയസ്സ് വരെ ആര് കണ്ടിരുന്നു ഒരു ഉപ്പാനെ കണ്ടു ഉമ്മാനെയും കണ്ടില്ലേ പക്ഷെ ഇങ്ങളി നബിയോ ജനിക്കുമ്പത്തിന് ആര് കണ്ടിട്ടില്ല ഉപ്പാനെ കണ്ടിട്ടില്ല ഉണ്ടോ ഇത്ര സങ്കടാവും നബിന്റെ ഉപ്പ കച്ചവടത്തിന് പോയതാ അപ്പൊ നബി ഇവിടെ ഉള്ളത് ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിലാ ഉള്ളത്
അങ്ങനെ പോയപ്പോ സലാം പറഞ്ഞ ആമിന ബീവിക്ക് സലാം കൊടുത്ത് സന്തോഷമായിട്ട് പോയി കച്ചവടത്തിന് പോവാണ്. അങ്ങനെ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. യസ്രിബിക്ക് പോയതാ. തിരിച്ചു വരുന്ന സമയത്ത് ഒന്നും കാണാനില്ല. ഈ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഈ നബിന്റെ വല്യപ്പാക്ക് മോൻ വരാത്തോണ്ട് ഭയങ്കര ടെൻഷന്, ഉമ്മാക്കും ടെൻഷന്. അങ്ങനെ കാത്തുനിന്ന് പിന്നെ ഓലെന്തോന്ന് ഒരിക്കലും പിടുത്തൂല. അവസാനം എന്താ അറിയോ, നബിന്റെ ഉപ്പാന്റെ ഇക്കാക്ക ഉണ്ടായിരുന്നു ആരിസ് എന്ന് പറയുന്നത്. ഓരോ വല്യപ്പ പറഞ്ഞയച്ചു, മോനെ ഈ ഒന്ന് പോയി നോക്ക്, കച്ചവട സംഘത്തില് പിന്നെ നബിന്റെ കൂടെ അബ്ദുല്ലാന്റെ കൂടെ പോയവരൊക്കെ വന്നിട്ടുണ്ട്, അബ്ദുല്ലാനെ കാണാനൊന്ന് പോയി നോക്ക് പറഞ്ഞു. അങ്ങനെ നടന്ന് ഇവരെന്ത് ചെയ്തു അറിയോ, അന്ന് ഈ അബ്ദുൽ മുത്തലിബിന് കുറെ ഒട്ടങ്ങളും കുറേ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമ കയറിയിട്ട് ഇവർ പോയി കച്ചവടത്തിന് എത്തിയ സ്ഥലത്ത് നോക്കുമ്പോ ഇവർ പറഞ്ഞത് സുഖമില്ലാണ്ട് അവിടെ നിൽക്കാണ്, ഞങ്ങളൊക്കെ പോന്നിക്കാന്നാണ്. അങ്ങനെ പോയി നോക്കുമ്പോ ഇവർ ചോദിച്ചു, ആരെ കുറിച്ച്? അബ്ദുല്ലാനെ കുറിച്ച് ചോദിച്ചു. ഞങ്ങൾ അബ്ദുല്ല വന്നിരുന്നു, ഇവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പോ ഒരു ഖബർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, മറയിത ഖബർ, പുതിയ ഖബർ കാണിച്ചു കൊടുത്തു. രോഗമായിങ്ങാണ്ട് മരിച്ച് ഖബറിലാ പറഞ്ഞു. ഹരിസാക്ക് സങ്കടമായി. അങ്ങനെ അവിടുന്ന് പോന്നിട്ട് വല്യപ്പാനോട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് വന്നോട് പറഞ്ഞു, പിന്നെ അബ്ദുള്ള ഇതാര് കേൾക്കുന്നുണ്ട്? ആമിന ബീവി കേൾക്കും. പക്ഷെ ആമിന ബീവിക്ക് ഇങ്ങനെ സങ്കടമാണെങ്കിൽ ആമിന ബീവിക്ക് കുറേ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താ, ഉള്ളിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് അവിടെ ഉണ്ടായത് കൊണ്ട് എന്നും സന്തോഷം, വീട്ടിലെപ്പോഴും പ്രകാശം. ഓരോ മരിക്കാൾ വന്നിട്ട് സന്തോഷം പറയുക. ജിബ്രീൽ വന്നിരുന്നു, മികായിൽ വന്നിരുന്നു, എല്ലാം മരിക്കാൾ വന്നിട്ട് ആമിന ബീവിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാം. ഇതൊക്കെ ആരറിയോ? ഇതിനുള്ളിൽ ആരുണ്ട്? നബി ഉണ്ട്. പക്ഷെ ഈ ഉമ്മാക്ക് സങ്കടം ഉണ്ടായിരുന്നു. നബി വന്നാല് ഇന്റെ ഉപ്പാന്ന് ചോദിച്ചാൽ ഉപ്പാന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ പിടി പോയതാണെന്നോ ഗൾഫിലാണെന്നോ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു പറയോ, ഈ ഉമ്മാന്റെ പ്രിയപ്പെട്ട കുട്ടി ജനിക്കട്ടോ. നബി ഉപ്പാനെ കണ്ടിട്ടുണ്ടാവോ? ഉണ്ടാവും. എങ്ങനെ കണ്ടിട്ടുണ്ടാവും? അള്ളാഹു സ്വപ്നത്തില് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവേ. പക്ഷെ നേരിട്ട് ഉപ്പാന്റെ കൂടെ കൈ പിടിച്ച് നമ്മളൊക്കെ ഉപ്പാപ്പനിക്ക് മിഠായി വേണോ ഐസ് വേണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഉപ്പാന്റെ കയ്യിൽ ഉണ്ടാവൂലേ. പക്ഷെ നബിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ജനിച്ചു. ആര്? നബി ജനിച്ച് നബി ഇങ്ങനെ കുറച്ചിങ്ങനെ ആയപ്പോ പാലുട്ടിയത് ആദ്യം ഉമ്മന്റെ പാലുട്ടിയത്, പിന്നെ ഹലീമ ബീവി, കുറെ പെട്ടിട്ടില്ല നിങ്ങള് ഇല്ലേ? ഓരൊക്കെ നബിക്ക് പാല്. ആ പറയും. പിന്നെ കുറെ കൊടുത്തില്ലേ? ഞാൻ ഓരോക്കെ കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തിട്ടില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ കുട്ടി ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. ഒരു 5-6 വയസ്സായി. നിങ്ങളൊക്കെ പ്രായം. ഈ പ്രായമായപ്പോ ഈ ഉമ്മാക്ക് ഒരു കൊതി ഉണ്ടായി. എന്താ കൊതി അറിയാം? എന്റെ മോനെയും കൂട്ടിയിട്ട് എനിക്ക് എന്ത് വേണം? ഉപ്പാന്റെ അടുത്തൊന്ന് പോണം. ഉപ്പാന്റെ ഖബർ കാണാൻ വേണ്ടിയിട്ട് പോണട്ടോ. അങ്ങനെ ഇവരെന്ത് ചെയ്തു അറിയോ? ഇവരെ പിടിച്ചു. ഉമ്മു അയ്മൻ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. കോരി കൂടി കൂട്ടി. സങ്കടം അതല്ല കേട്ടോ. എന്റെ നബിക്ക്, നമ്മുടെ നബിക്കുണ്ടായ വലിയ സങ്കടം എന്താ ചോദിച്ചാൽ അതേക്കാരം. ആലോചിച്ചോക്കണ്ട. അങ്ങനെ ഒരു പോവാണ്. പോയി യസ്രിബിലെത്തിയിട്ട് അവർ ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു. അബ്ദുല്ലാന്റെ ഖബറിന്റെ അടുത്ത് കുട്ടി നിന്നു, ഉമ്മി നിന്നു, ഉമ്മ അയ്മനൊക്കെ നിന്നു. ഈ ഉമ്മാക്ക് സങ്കടം ആകൂല്ലേ? കുറഞ്ഞ വയസ്സുള്ളൂ ഉമ്മാക്ക്. പിന്നെ അബ്ദുള്ള മഫാത്താവുമ്പോ 20 വയസ്സൊക്കെ ഉള്ളത്രേ. അപ്പൊ എത്ര ചെറിയ ആൾക്കാരേക്കാരം. അങ്ങനെ ഖബറിന്റെ അടുത്തുനിന്ന് സങ്കടമായിട്ട് ദ്വാരന്നിട്ട് അവരെന്ത് ചെയ്തു പറയാം, തിരിച്ചിങ്ങനെ പോയാണ്. തിരിച്ചു പോരുമ്പോ തന്നെ ഉമ്മാക്ക് സങ്കടങ്ങളും ഉമ്മാക്ക് വേദനയും ഉമ്മാക്ക് എന്തോ ഒരു അസ്വസ്ഥത മോനിങ്ങനെ കാണുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. യാത്രയിൽ പോരുമ്പോ ഉമ്മായിമനും ഉണ്ട്, ആമീന ബീവി ഉണ്ട്, മുത്തുനബി ഉണ്ട്. ഓല് ഇങ്ങനെ സന്തോഷമായിട്ട് പോവേക്കാരും മുതിരമ്മേ അല്ലെ ഒട്ടകത്തുമ്പോ പോവേക്കാരും പോയി ഇങ്ങനെ തിരിച്ചു വരുമ്പോ എന്ത് ചെയ്തു അറിയോ, അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് ആമിന ബീവിക്ക് എന്തായി ഒരു അസ്വസ്ഥത ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോ മുത്തുനബി അടുത്തുണ്ട്. ഉമ്മാനിങ്ങനെ നല്ല കുഞ്ഞുടുക്കുണ്ടാവൂലേ നബി വിഷമിക്കുണ്ടാവുമല്ലേ?
ഉണ്ടാവൂല്ലേ? എനിക്ക് സങ്കടം ആവുണ്ടാവും, എനിക്ക് കരഞ്ഞിട്ടുണ്ടാവും, ഉറപ്പാ. എല്ലാവർക്കും വിഷമമുണ്ടാവും. കൂടെ ഉണ്ടാവും, സങ്കടം ആവുണ്ടാവും. കാരണം ഉമ്മ എനിക്ക് അറിയണേ, ഉമ്മ തളരുകയാണ്. സ്വന്തം നമ്മുടെ അമ്മച്ചി വിളിച്ചിരുന്ന സമയത്ത് സുഖമില്ലാണ്ട് പനിച്ചെടുക്കുമ്പോ നമുക്കെന്നെ സങ്കടാവൂലേ? ചില കുട്ടികളൊക്കെ ഉമ്മ പനിച്ച് കിടന്നാലും ഉമ്മാനെ എടുക്കാറാക്കും, പല്ല് വേദനിച്ച് കിടന്നാലും ഉമ്മാൻ എന്ത് ചെയ്യും? ഉമ്മക്ക് ചായ ഉമ്മ കടക്കല് പറയും. പാവ നമ്മുടെ ഉമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഞാനും പല്ലുവേദനയായി കിടക്കുമ്പോൾ ഉമ്മാക്ക് ഉറക്കുണ്ടാവില്ല. നമുക്ക് മരുന്ന് എന്നിട്ട് നമ്മൾ ഉറങ്ങും, പക്ഷെ ഉമ്മാക്ക് അപ്പോഴും ഉറക്കുണ്ടാവില്ല. നമ്മുടെ ഉമ്മ ഇപ്പൊക്കെ എന്തോ ഒരു പാവാലേ. നബിന്റെ ഉമ്മയും ബാപ്പയും പാവാവൂലേ? പാവാവൂലേ? ആ മുത്തുനബിന്റെ ഉമ്മയും ബാപ്പ എന്ത് ചെയ്യാണ്? ഉമ്മക്ക് ഉപ്പ പോയി, അതിന് ഉമ്മ ഇങ്ങനെ അടുത്തിരിക്കാണ്. അപ്പൊ ഉമ്മനോട് പറയട്ടെ, നബിന്റെ ഉമ്മ ആമിനബി പറയാണ്, എന്റെ മോനെ ശരിക്കും നോക്കണം കേട്ടോ, നല്ലോണം നോക്കട്ടോ എന്നൊക്കെ പറയാം. മുത്തുനബി ഇങ്ങനെ കണ്ണിക്ക് നോക്കുകയാണ്, എന്റെ ഉമ്മക്ക് എന്താ പറ്റിയേ, എന്റെ ഉമ്മ എന്താ വിഷമിക്കണേ? അങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അറിയോ? ആ ഉമ്മ ഇങ്ങനെ വീട് ഉമ്മ മരിച്ചുപോയി. നബി എത്ര കരഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? അപവാദത്തെ തന്നെ നബി മറവ് ചെയ്ത് നബി ഇങ്ങനെ പോരുമ്പോ ബാക്കിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവൂലേ? നിനക്ക് ആരാ തുണയായിട്ട്? എന്റെ ഉപ്പയും പോയി, ഉമ്മയും പോയി. അങ്ങനെ നമ്മുടെ മുമ്പിൽ ജീവിച്ച റസൂലുള്ളാഹിനെ. പക്ഷെ ആ റസൂലുള്ളാഹി പിന്നെ ചെയ്തിട്ടില്ല, ഉമ്മയും ബാപ്പയും ഇല്ലാത്തതിന്റെ പേരിൽ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. നബിനെ അള്ളാഹു ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? നോക്കിയിട്ടില്ലേ? ആ നബി കള്ളം പറഞ്ഞിട്ടില്ല, ആ നബി ആരും പറ്റിച്ചിട്ടില്ല, ആ നബി ആരും നുള്ളിയിട്ടില്ല, ആ നബി ആരും ആക്രമിച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂപ്പറായി. ഇതൊക്കെ എന്തിനാ അറിയോ? കുറേ കഥകളുണ്ട്. നിങ്ങൾ എന്നും നിങ്ങളുടെ ഉമ്മാനോടും ഉപ്പാനോടും റസൂലുള്ളാഹിനെ കുറിച്ച് കഥകൾ ഇങ്ങനെ കേൾക്കൂലേ? എന്നിട്ട് ആര് ചോദിച്ചാലും നമ്മുടെ കഥ പറഞ്ഞു കൊടുക്കേണ്ടത് ഗെയിം കണ്ടിട്ടല്ല കഥ പറഞ്ഞു കൊടുക്കണ്ടേ, സിനിമത്തെ കഥയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കഥ ആരെ കഥയാ? മുത്തുനബിനെ കുറിച്ച് കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷാറിൻ പറയും, മുത്തുനബിനെ സ്നേഹിക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പൊ ഞാനൊരു സമ്മാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താ? നബിനെ കാണാനുള്ള ഒരു സമ്മാനം. ഒന്നാമത്തെ എന്താ? എല്ലാരോടും പറയില്ലേ? രണ്ടാമത്തെ നബി എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാം. നിങ്ങൾ ഉസ്താദ്മാര് പറഞ്ഞു തരുവേ, ചോദിക്കൂലേ? മൂന്നാമത്തെ കാര്യം നബിനെ കുറിച്ച് പാട്ട് പാടുക, കഥ പറഞ്ഞു കൊടുക്കുക, കഥ കേൾക്കുകയൊക്കെ ചെയ്യാം. 3. നാലാമത്തത് സ്വലാത്ത് എങ്ങനെയും ചെല്ലാം. റെഡി? 5ാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ നിർത്തണം. 5ാമത്തെ കാര്യം എന്താ അറിയോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു, നബി എങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ചെയ്യാം. നബി എങ്ങനെയാ ചിരിച്ചേ? നബി ചിരിച്ചിട്ടില്ല. കേട്ടില്ല? പറഞ്ഞോളേ.
ഇതെന്നും ചെല്ലിയാലും എന്തുണ്ടാവും? റസൂലുള്ളാഹിനെ സ്വർഗ്ഗത്തിൽ കാണാൻ പറ്റുന്നതാണ്. ചെല്ലുമ്പോൾ താമസിക്കുമ്പോൾ ചെല്ലില്ലേ കോളം ചെല്ലാതെ തോപ്പിക്കാതെ അവിടെ അങ്ങനെ പറയും. അഞ്ചാമത്തെ ഒരു കാര്യം പറയട്ടെ പറയാം. നബി ചെയ്ത പോലെ ചെയ്യാം. നബി എങ്ങനെയാ ചിരിച്ച് അങ്ങനെ ചിരിക്കാം. നബി എങ്ങനെയാ തിന്നാനിരുന്നേ ചോദിക്കൂലേ? സമയം ചോദിക്കൂലേ? അങ്ങനെ തിന്നാം. നോക്കി നബി എങ്ങനെ ഉറങ്ങിയേ അങ്ങനെ ഉറങ്ങാം. നബി എങ്ങനെ ബാത്റൂമിൽ പോയേ ഏത് കാല വെച്ചേ എങ്ങനെയൊക്കെ ചെല്ലിയേ നബി എങ്ങനെ യാത്ര പോയേ ഇങ്ങനെ എല്ലായിടത്തും റസൂലുള്ളാ ആകുമോ 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 നിർത്തട്ടെ നിർത്തട്ടെ പാട്ട് പാടാ നല്ല മനസ്സോടെ പാടി. ഓണം ഓണം മദീനത്ത് എണീറ്റ് നിന്നിട്ട് പാടി. എണീറ്റ് നിന്നിട്ട് ആഗ്രഹം കേട്ടോ അപ്പഴ എണീറ്റ് നിന്നിട്ട് മനസ്സ് കൈ ഇങ്ങനെ വെക്കും. നമ്മുടെ പൂതിയാണ് പറ്റേ കൈ ചോറുന്നില്ലേ ആ കൈ ഇവിടെ വെക്കും. എന്നിട്ട് കണ്ണടച്ചിട്ട് ആഗ്രഹം കേട്ടോ നമ്മളെ ആഗ്രഹല്ലേ എന്തേ പോണ്ടേ പാടി. ഓണം ഓണം മദീനത്ത് ഉമ്മാനും ഉപ്പാനും കൂട്ടിയിട്ട് പോണം പോണം മദീനത്ത് കാക്കാനും താത്താനും കൂട്ടിയിട്ട് മുത്തിൻ ചാരി ചെല്ലേണം പുണ്യസലാമും ചൊല്ലേണം മുത്തിൻ ചാരി ചെല്ലേണം പുണ്യസലാമും ചൊല്ലേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളാവണം, ഇഷ്ടമാവണം. മുത്തുനബി അള്ളാഹു ഖബൂലാക്കട്ടെ. മുത്തുനബി ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണേ അള്ളാഹ്. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഈമാനിന് ശക്തി നൽകണേ അല്ലാഹ്. കണ്ടു തുറന്നാണ് കഴിഞ്ഞിട്ടോ ഉഷാറായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.